പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. വിശ്വസിക്കുമോ? യേശു കൂടെയുണ്ടെങ്കിൽ അത്ഭുതം തന്നെയല്ലേ? ദിവസം തോറും അത്ഭുതം നടക്കും. ദൈവം ഇന്ന് നിങ്ങളെ ഒരു അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കും. അതിരിക്കട്ടെ, ഈ സ്ഥലം വളരെ നന്നായിരിക്കുന്നു, പുറകിലൊരു ഫൗണ്ടെയിൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണോ? ഇത് മ്യാൻമാർ എന്നൊരു നാടുണ്ടല്ലോ, പണ്ടിത് ബർമ്മ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെയുള്ള ഒരു വലിയ പട്ടണമാണ് യാങ്കൂൺ. പണ്ടിതിന് റങ്കൂൺ എന്ന പേരുണ്ടായിരുന്നു. ഈ പട്ടണത്തിൽ മനോഹരമായ ഒരു പാർക്ക്, വളരെ വലിയ ഒരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരുപാട് ജനങ്ങൾ രാവിലെ വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സ് കുളിർപ്പിക്കാനായി ഫൗണ്ടെയിനും മറ്റും ഉണ്ടാക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പട്ടണത്തിലുള്ളവർ സന്തോഷത്തോടുകൂടി ഇരിക്കണമെന്ന് കരുതി സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായോ? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യേശു താൻ സൃഷ്ടിച്ച മനുഷ്യരായ നമ്മൾ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഇരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ദേശത്തെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. മലകളും താഴ്വരകളും വെള്ളച്ചാട്ടവും പിന്നെ മനോഹരമായ മരങ്ങളും ചെടികളും പഴങ്ങളും പൂക്കളുമുള്ള ഭംഗിയുള്ള ഒരു നാട് തന്നിരിക്കുന്നു അല്ലേ? പിന്നെ ലോകം. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച് തന്റെ മക്കൾ മനസന്തോഷത്തോടെ ഇരിക്കണം, ആനന്ദത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മളാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ച് മനോഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ട, സന്തോഷത്തോടെ ഇരിക്കൂ. ദൈവം നടത്തുന്ന പാത അത് കഠിനമായിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുകയാണോ? ഇത് നോക്കൂ, ദൈവം വേദപുസ്തകത്തിൽ ഒരു വാക്ക് പറയുന്നു. യിരെമ്യാവ് 31 അധ്യായം 9 വാക്യത്തിൽ, ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നടത്തും. എന്റെ മകനെ, എന്റെ മകളെ, ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ നിന്നെ നടത്തുമാറാക്കും എന്ന് ദൈവം പറയുന്നു. ചില സമയത്ത് ചില കൂട്ടുകാരെ കാണുമ്പോൾ നഖത്തിൽ കെട്ടുകെട്ടിയിട്ടുണ്ടാവും, കാൽവിരലിന് എന്തുപറ്റിയെന്ന് ചോദിച്ചാൽ ഇടറിപ്പോയി. കല്ലിൽ തട്ടിയിട്ട് പോകുന്ന സ്ഥലത്ത്, നടക്കുന്ന സ്ഥലത്ത് കല്ലിൽ തട്ടിയിട്ട് നഖത്തിൽ ഒരു മുറിവുണ്ടായിരിക്കുന്നു എന്നാരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ എന്റെ കാല് കല്ലിൽ തട്ടി വേദന അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇടറാത്ത വഴിയിലൂടെ നടക്കണം. കല്ലുകളുണ്ടാവും, കാല് ഇടറിപ്പോകും, ആ വഴിയിലൂടെ സൂക്ഷിച്ചു പോകണം എന്ന് പറയും. നമ്മുടെ ലൗകിക ജീവിതത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ സാത്താൻ പല ഇടർച്ചകളെയും കൊണ്ടുവരും. നിങ്ങളുടെ വീട്ടിൽ ചില ഇടർച്ചകൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില ഇടർച്ചകൾ, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ചില ഇടർച്ചകൾ. ശരിയായി ഒന്നും ചെയ്യുന്നത് പോലെയില്ല, സാത്താൻ വിടുന്നില്ല. എന്തെങ്കിലും തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇടർച്ചയുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് നമ്മെ ബാധിക്കുന്നു. ഇടർച്ചയില്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഫ്രീ ആയി പോയിക്കൊണ്ടേയിരിക്കും, ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷയിലും കുടുംബകാര്യങ്ങളിലും. പക്ഷെ എന്തെങ്കിലും ഒരു ഇടർച്ച വന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? സാത്താൻ. നമുക്കൊരു ശത്രുവുണ്ടല്ലേ, ദുഷ്ടനായ പിശാച് എന്ന സാത്താൻ. അവനാണ് ഇടർച്ചയുണ്ടാക്കുന്ന കല്ലുകൾ വാരിയിടുന്നത്, ഇടർച്ചയുണ്ടാക്കുന്ന മുള്ളുകൾ വാരിയിടും. നമ്മൾ നടന്നു പോകുന്ന പാതയിൽ നമുക്കിടറലുണ്ടാക്കണം, നമ്മെ ദുഃഖിപ്പിക്കണം, നമുക്ക് മുറിവുണ്ടാക്കണം. ഇവരെ ഫ്രീയായി നടക്കാൻ അനുവദിക്കരുത്, സന്തോഷത്തോടെ ഇരിക്കാൻ അനുവദിക്കരുതെന്ന് ഇടർച്ചയുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇടർച്ചയില്ലാത്ത വഴിയിൽ ഞാൻ നിന്നെ വഴി നടത്തും എന്ന് ദൈവം പറയുന്നു. ആ കല്ലുകൾ നീക്കി, മുള്ളുകൾ നീക്കി, ഇടർച്ചയില്ലാത്ത ഒരു വഴിയിലൂടെ. അതിനാണ് യേശു ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി അതെല്ലാം കടന്നുപോയത്. സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷകളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും നിന്ദകളും അപമാനങ്ങളും എല്ലാം ചുമന്ന് കുടുംബത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങൾ, സ്വന്തം ജനങ്ങളെ കൊണ്ടുണ്ടായ ഞെരുക്കങ്ങൾ, താൻ സ്നേഹിച്ച ജനങ്ങളെ കൊണ്ടുണ്ടായ എതിർപ്പുകൾ, ഇവയ്ക്കെല്ലാം നടുവിലൂടെ യേശു കടന്നുപോയി. എല്ലാ ഇടർച്ചകളും തരണം ചെയ്തു. എന്തിന്? നമുക്കൊരു വഴിയുണ്ടാക്കാൻ. യേശു നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒന്നും നമ്മെ മുറിവേൽപ്പിക്കുകയില്ല, തളരാനിടയാക്കില്ല. ഇത് യേശു നടന്നുപോയ പാതയാണ്. ആ പാതയിലൂടെ ഞാനും നടക്കുന്നു. എല്ലാ ഇടർച്ചകളെയും യേശു എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ നടക്കൂ. യാതൊരു ഇടർച്ചയും നിങ്ങൾക്കുണ്ടാവില്ല. എന്റെ ജീവിതത്തിലും സാത്താൻ എത്രയോ ഇടർച്ചകൾ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന്. പക്ഷേ ഞാൻ അനങ്ങുകയില്ല, വിഷമിക്കുകയില്ല. ഇതെന്റെ യേശു നടന്നുപോയ പാതയാണ്. ഇടർച്ചയില്ലാത്ത വിധത്തിൽ എന്നെ നടത്താൻ യേശു ഈ വഴിയിലൂടെ നടന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. എല്ലാ ഇടർച്ചകളെയും കർത്താവ് അകറ്റി മനോഹരമായ പാതയിലൂടെ നിങ്ങളെ നടത്താൻ പോകുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ ഇടർച്ചകളും ഇന്ന് അകന്നു പോകുന്നതാണ്, കാണാതാവുന്നതാണ്. സന്തോഷത്തോടെ മുന്നോട്ട് പോകും എന്ന് വിശ്വസിക്കുമോ? എങ്കിൽ പ്രാർത്ഥിക്കൂ, യേശുവേ,
ഇടർച്ചയില്ലാത്ത പാതയിലൂടെ എന്നെ നടത്തുമെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്റെ ജീവിതത്തിൽ കാണുന്ന എല്ലാ ഇടർച്ചകളെയും അങ്ങ് അകറ്റുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ഞാൻ ആ അത്ഭുതത്തെ കാണാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ